ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 20 തിങ്കളാഴ്ച, ഇടവം 6. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞാണ് പുറത്തുവന്നത്. ഇതുവരെയും ആ ഹെലികോപ്റ്റർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കനത്ത മൂടൽമഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ. സഹായവുമായി ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ ഇന്ന് 49 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. അമേഠിയും റായ്ബറേലിയും അയോധ്യയും ഇന്ന് ബൂത്തിലെത്തുന്ന പ്രധാന മണ്ഡലങ്ങളാണ്. സംസ്ഥാനത്ത് മഴ സാഹചര്യം തുടരുകയാണ്. പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ പരിശോധിക്കാം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്ന് സൂചന. എന്നാൽ ഹെലികോപ്റ്റർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. 60 അംഗ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെറിൻ മേരി ചാക്കോ ചേരും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. മെറിൻ, ഗുഡ് മോർണിംഗ്. ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇതുവരെയും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. എന്താണ് നിലവിലെ സാഹചര്യം? ഈ മൂടൽമഞ്ഞ് ഇപ്പോഴും വെല്ലുവിളിയാകുന്നുണ്ടോ മേഖലയിൽ? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഹെലികോപ്റ്ററിൽ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 12 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഹെലികോപ്റ്റർ തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഹെലികോപ്റ്ററിൽ നിന്നും സിഗ്നൽ ലഭിച്ചു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് കനത്ത മൂടൽമഞ്ഞും അതുപോലെ തന്നെ ദുർഘടമായ കാലാവസ്ഥയുമാണ്. മലനിരകളോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് രക്ഷാ സംഘത്തിന് ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇറാന്റെ 60 അംഗ സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ലോകരാജ്യങ്ങളടക്കം അമേരിക്ക അടക്കം സഹായവുമായി രംഗത്തുണ്ട്. റഷ്യയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച 47 അംഗ സംഘവും ഇപ്പോൾ തെരച്ചിലിന് സഹായം നൽകുന്നുണ്ട്. ഏതു മേഖലകളിലൂടെയും സഞ്ചരിക്കാവുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇബ്രാഹിം റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ അസർബൈജാന്റെ പ്രവിശ്യ ഗവർണറുമാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള ഡാം ഉദ്ഘാടനം ചെയ്ത് മടങ്ങി വരുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. 3 കോൺവോയ് ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജോൽഫ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് വേണ്ടി രാജ്യമെമ്പാടും പ്രാർത്ഥന നടക്കുകയാണ്. ജനങ്ങൾ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഇപ്പോൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഇറാൻ ദേശീയ ടെലിവിഷന്റെ പരിപാടികളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകളാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇറാൻ നഗരങ്ങളിലുടനീളം ജനം തിങ്ങിക്കൂടി തടിച്ചുകൂടി പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഇപ്പോൾ സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE, ഖത്തർ അതുപോലെ തന്നെ സൗദി അറേബ്യയും സഹായം വാഗ്ദാനം ചെയ്യുന്നു. സംഭവത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ കടുത്ത ദുഃഖമുണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിനായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 12 മണിക്കൂർ പിന്നിട്ടിട്ടും ഹെലികോപ്റ്ററിൽ നിന്നും സിഗ്നൽ ലഭിച്ചതല്ലാതെ ഹെലികോപ്റ്റർ കണ്ടെത്താനായിട്ടില്ല. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. പ്രജിൻ. ശരി, മെറിൻ മേരി ചാക്കുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലേർട്ടും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട്. തെങ്കാശി, തേനി, കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഇന്ന് 13 ജില്ലകളിലും നാളെ 15 ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഇന്നലെ ധർമ്മപുരി, മധുര, കോയമ്പത്തൂർ, തൂത്തുക്കുടി, തിരുനെൽവേലി തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി മഴ പെയ്തു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 90 അംഗങ്ങൾ തിരുനെൽവേലിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമേഠിയും റായ്ബറേലിയും ഇന്ന് ബൂത്തിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത്
ICL Finco, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ രാജ്യത്തെ 49 ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിലെ ബാന്ദ്രയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർ കെ, ഗുഡ് മോർണിംഗ്. 49 മണ്ഡലങ്ങൾ 5ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ? ഒപ്പം പോളിംഗ് 7 മണി മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിലെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? പ്രജൻ, ഗുഡ് മോർണിംഗ്. പ്രജൻ പറഞ്ഞതുപോലെ 7 ഘട്ടങ്ങളിലായിട്ട് രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലാണ് ഇന്ന് മണ്ഡലങ്ങൾ ബൂത്തിലെത്തുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങൾ നേരത്തെ പ്രജൻ പറഞ്ഞതുപോലെ റായ്ബറേലിയും അമേഠിയുമാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി തന്റെ സിറ്റിംഗ് മണ്ഡലം നിലനിർത്താനായിട്ട് മത്സരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. ആ മണ്ഡലത്തിൽ ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നു. പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങൾ ഇവയാണെങ്കിലും സംഘർഷഭരിതമായിട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ, ബംഗാളിലെ അടക്കമുള്ള നിരവധി മണ്ഡലങ്ങൾ ഈ ദിവസത്തിൽ ഉൾപ്പെടുന്നു. ബീഹാറിലെ 5 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 13, ഒപ്പം ഒഡീഷയിലെ 5 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെ 7 മണ്ഡലങ്ങൾ, ജമ്മുകാശ്മീരിലെ 1 മണ്ഡലം, ലഡാക്ക് ലോക്സഭാ മണ്ഡലം, കേന്ദ്ര ഭരണ പ്രദേശം ആയിട്ടുള്ള ലഡാക്ക്, അതിന്റെ ലോക്സഭാ മണ്ഡലവും ഇന്ന് ബൂത്തിലെത്തുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. മോക്ക് പോളിംഗ് ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി മുംബൈയിലേക്ക് പോകുന്നു. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ബാന്ദ്രയിൽ ഏത് ബൂത്തിലാണ് ഇപ്പോൾ ശ്രീനാഥ് ഉള്ളത്? എന്താണ് അവിടുത്തെ സാഹചര്യം? മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടെ? പ്രജിന്, ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്രയിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിലാണ്. ഈ പള്ളിയോട് ചേർന്നുള്ള സ്കൂളിലാണ്. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. അല്പസമയത്തിനകം തന്നെ മോക്ക് പോളിംഗും പൂർത്തിയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ബൂത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സെലിബ്രിറ്റി വോട്ടർമാർ പലരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്നതുകൊണ്ടാണ്. ഈ ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരൊന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരുപാട് പേരുണ്ട്. ഒട്ടനവധി പ്രമുഖർ വരുന്ന ഒരു ബൂത്ത്. ആമിർ ഖാൻ, ദീപിക പദുകോൺ, പ്രിയ ദത്ത്, ലാറ ദത്ത, മനീഷ് മൽഹോത്ര, ഗുൽസർ, ഇമ്രാൻ ഹാഷ്മി, സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഇഷ കൊപ്പിക്കർ, സൊഹൈൽ ഖാൻ, അങ്ങനെ തുടങ്ങിയ വലിയൊരു പട്ടിക ഇതിലുണ്ട്. ഇവിടെ നിന്ന് ഏറെ അകലെയല്ല മറ്റ് ചില ബൂത്തുകളിലും പ്രധാനപ്പെട്ട ആളുകൾ, ഷാറൂഖ് ഖാനെ പോലെയുള്ള ആളുകൾ, സൽമാൻ ഖാൻ, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ആളുകൾ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരുടെ പ്രശസ്തി കൊണ്ട്, അവരുടെ പ്രസിദ്ധി കൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ വോട്ടിംഗ് കുറച്ചുകൂടി ശ്രദ്ധേയമാവുന്നുണ്ട്. മുംബൈയിൽ സ്വാഭാവികമായും ബോളിവുഡിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ വോട്ടർമാർ കൂടി ശ്രദ്ധേയമാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ മുംബൈയിൽ നടക്കുന്നുണ്ട്. ശിവസേനയുടെ പിളർപ്പിന് ശേഷം ശിവസേനയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിൽ ആ പിളർപ്പ് ഏത് തരത്തിലാണ് ബാധിച്ചത്, അത് ഗ്രൗണ്ടിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, യഥാർത്ഥ ശിവസേന ആര് എന്നുള്ള ഇരു വിഭാഗത്തിൻ്റെ ക്ലെയിമിൽ അത് ആർക്കൊപ്പമാണ് എന്നത് അവർക്ക് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അങ്ങനെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടം, കനത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. മുംബൈയിൽ 6 മണ്ഡലങ്ങളാണ് മുംബൈയിൽ ആകെയുള്ളത്. പീയൂഷ് ഗോയലിനെ പോലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ഒരു മലയാളി സ്ഥാനാർത്ഥിയും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ആൻസൺ തോമസ് എന്ന പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ സെക്യുലർ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഒരു മലയാളി കൂടി മത്സരിക്കുന്നുണ്ട് മുംബൈ നോർത്ത് വെസ്റ്റിൽ. അങ്ങനെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, പ്രമുഖരായ വോട്ടർമാർ അങ്ങനെ ശ്രദ്ധേയമാവുകയാണ് മുംബൈയിലെ വോട്ടിംഗ്. മുംബൈക്ക് പുറത്ത് ഥാനെ, കല്യാൺ അടക്കമുള്ള ഇടങ്ങളിലും, നാസിക്, പാൽഘർ എന്നിവിടങ്ങളിലും വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഥാനെ മണ്ഡലം ശ്രദ്ധേയമാണ്. കല്യാണിൽ മുഖ്യമന്ത്രിയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മത്സരിക്കാൻ ഇറങ്ങുന്നു. അവർക്ക് അവിടെ അഭിമാന പോരാട്ടമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇന്നിപ്പോൾ വോട്ടിംഗ് നടക്കുന്നത്. പ്രജിൻ, ശരി, ശ്രീനാഥാണ് ബാന്ദ്രയിലെ ബൂത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എല്ലായിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി വരുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ.
മറ്റു വാർത്തകളിലേക്ക്. സ്വാതി മാലിവാൾ എം പിയെ മർദ്ദിച്ചെന്ന കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിന്റെ ഫോണിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹി പോലീസ്. ഫോൺ ഫോർമാറ്റ് ചെയ്തതായാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. ഡാറ്റ റീകളക്ട് ചെയ്യാൻ ഫോൺ കമ്പനിയെ സമീപിച്ചേക്കും. CCTV ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിഭവ് കുമാർ സഹകരിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. വിവാദം രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. പ്രചാരണ പരിപാടികളിൽ അടക്കം ബിഭവ് കുമാറിന്റെ അറസ്റ്റ് നേതാക്കളിൽ പലരും പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണയം ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് ആലോചന. ഇതിനായി ഓർഡിനൻസ് പുറത്തിറക്കിയേക്കും. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 1300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ 15,962 വാർഡുകളാണ് ഉള്ളത്. കൊച്ചി കോർപ്പറേഷനിൽ 2 വാർഡും തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ ഓരോ വാർഡും വർദ്ധിച്ചേക്കും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 157ഉം ജില്ലാ പഞ്ചായത്തുകളിൽ 15 ഡിവിഷനുകളിലും കൂടിയേക്കും. പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ്. കൊച്ചിയിലെ അവയവക്കടത്ത് ഏജന്റ് പിടിയിലായ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 3 വർഷത്തിനിടെ 200-ലധികം ആളുകളെ പ്രതി സബിത്ത് അവയവക്കടത്തിനായി ഇറാനിൽ എത്തിച്ചതായാണ് കണ്ടെത്തൽ. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും തയ്യാറാക്കിയാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ സബിത്തിന് 60 ലക്ഷം രൂപയാണ് ലഭിക്കുക. അവയവം നൽകാൻ തയ്യാറായ ആളുകൾക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയത്. എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്യാം, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, വലിയ അവയവക്കടത്ത് നടന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നു. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അജിൻ, അവയവകടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സബിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയിരുന്ന ചില ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇറാനിൽ അവയവ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ആളുകളെ ഇങ്ങനെ അവയവകടത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നു. അവരിൽ ചിലർ ഇറാനിൽ വെച്ച് തന്നെ മരണപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബോംബെയിൽ നിന്ന് FRROയുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ ഇന്നലെ തടഞ്ഞു വെച്ച് പോലീസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി എന്നുള്ളതാണ്. ഒരു തവണ അവയവക്കടത്തിന് തയ്യാറാകുന്ന ആളുകൾക്ക് ഇയാൾ 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ ഈ സംഘം നിർമ്മിച്ചു നൽകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു. ഇറാനിലെ ആശുപത്രിയിൽ ഒരാളെ എത്തിക്കുമ്പോൾ ഇവർക്ക് 60 ലക്ഷം രൂപ ലഭിച്ചിരുന്നു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. ഇതോടെ വലിയ തുകയാണ് ഈ സംഘം കഴിഞ്ഞ 3 വർഷത്തിനിടെ അവയവകടത്തിലൂടെ സമ്പാദിച്ചത് എന്നുള്ള നിർണായക വിവരം കൂടി പുറത്തു വരികയാണ്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കൊച്ചിക്ക് പുറമെ മലയാളികളെ കൂടുതലായി കൊണ്ടുപോയത് എന്നുള്ളൊരു പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റ് പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ആളുകളെ വിമാനത്താവളങ്ങൾ വഴി കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. സബിത്തിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ സബിത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പൊലീത്തയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് വിശ്വാസികൾ. തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മണി മുതൽ നാളെ രാവിലെ 9 മണി വരെ പൊതുദർശനമുണ്ടാകും. ഇന്നലെയാണ് അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം അമേരിക്കയിലെ ഡാലസിൽ നിന്ന് കേരളത്തിലെത്തിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ജന്മനാടായ നിരണം വരെ വിലാപയാത്രയും ഉണ്ടായിരുന്നു. തുടർന്നാണ് മൃതദേഹം തിരുവല്ലയിലെത്തിച്ചത്. നാളെ രാവിലെ 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി 1 മണിയോടെ കബറടക്കം പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനം. തിരുവല്ലയിലെ ബിലീവേഴ്സ് സഭ ആസ്ഥാനത്തായിരിക്കും അന്ത്യവിശ്രമം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യയിലെ ആദ്യ വിനോദസഞ്ചാരി എന്ന നേട്ടം സ്വന്തമാക്കി ഗോപിചന്ദ് തോട്ടക്കുര. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയാണ് ഗോപിചന്ദ്. ആമസോൺ ഉടമ ജെഫ് ബെസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ ദൗത്യം വിജയം. 6 സംഘം ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി സുരക്ഷിതമായി തിരികെ ഭൂമിയിലെത്തി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. മധു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ബ്ലൂ ഒറിജിന്റെ ദൗത്യം വിജയമാണ്. ഒപ്പം തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടി ഉണ്ട് ഈ ദൗത്യത്തിന്റെ ഭാഗമായി. അത് ഗോപിചന്ദ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്ത് പോകുന്ന ഒരു ടൂറിസ്റ്റ് ആയി മാറുന്നു എന്ന പ്രത്യേകതയാണ്. വിവരങ്ങൾ.
ഗുഡ് മോർണിംഗ് പ്രജിൻ പറഞ്ഞതുപോലെ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ NS-25 മറ്റൊരു ബഹിരാകാശ ദൗത്യം കൂടി ഇന്ന് വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. ഈ ദൗത്യത്തിലൂടെ ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായി ആന്ധ്ര സ്വദേശിയായ ഗോപി ചന്ദ് തോട്ടക്കുര ചരിത്രത്തിലും ഇടം തേടി. അദ്ദേഹം ഉൾപ്പെടെ 6-അംഗ സംഘം ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിയോടുകൂടിയാണ് ബ്ലൂ ഒറിജിൻ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. ഈ ബഹിരാകാശ അതിർത്തിയായി കണക്കാക്കപ്പെടുന്ന കഴ്മാൻ ലൈനിലേക്കായിരുന്നു ഇവരുടെ യാത്ര. 11 മിനിറ്റാണ് ഈ മൊത്ത യാത്രയ്ക്കായി എടുത്തത്. ഒരു 100 കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥലത്താണ് ഈ കഴ്മാൻ ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് യാത്രക്കാർക്ക് ഭാരമില്ലായ്മയൊക്കെ അനുഭവപ്പെട്ടു. അതുപോലെ അവർക്ക് അവരുടെ ഈ പേടകത്തിന്റെ വിൻഡോയിലൂടെ ഭൂമിയിലെ കാഴ്ചകളൊക്കെ കാണുവാൻ പറ്റി. 90 വയസ്സുള്ള എഡ് ഡുവൈറ്റ് എന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയും ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വിമാനം പറത്തുവാൻ നേരത്തെ പഠിച്ച ആളാണ് ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്നുള്ള ഗോപി ചന്ദ് തോട്ടക്കുര. അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം സ്വന്തമായി ബിസിനസ് ഉള്ള ഒരാൾ കൂടിയാണ്. 1984 ഇന്ത്യൻ ആർമിയുടെ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഗോപി ചന്ദ് തോട്ടുകര. പ്രജിൻ. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്നും. പെരുമ്പാവൂരിൽ നിന്ന് നിയമവിദ്യാർത്ഥി ജിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്ന്. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലും കോടതി ഇന്ന് ഉച്ചയ്ക്ക് 1:45 വിധി പറയും. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2017 ഡിസംബറിലാണ് ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. നിയമപ്രകാരം ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കേണ്ടതുണ്ട്. അതിനായുള്ള സർക്കാരിന്റെ അപേക്ഷയിലാണ് വിധി വരാൻ പോകുന്നത്. പ്രതിയുടെ അപ്പീലിലും സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കിയെന്നാണ് പ്രതിയുടെ വാദം. കേരള സമൂഹത്തെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ ഞെട്ടിച്ച സംഭവമാണ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥി ജിഷയുടെ കൊലപാതകം. 2016 ഏപ്രിൽ 28-നാണ് ജിഷ കൊല്ലപ്പെട്ടത്. 1 വർഷവും 8 മാസവും കഴിഞ്ഞ് പ്രതി അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വീണ്ടും 7 വർഷം കഴിഞ്ഞു. വിധി നടപ്പാക്കാൻ അനുമതി തേടി സർക്കാരും കുറ്റവിമുക്തനാക്കാൻ പ്രതി നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. നോക്കാം കേസിന്റെ നാൾ വഴി. 2016 ഏപ്രിൽ 28 രാത്രി 8 മണിയോടെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 2016 ഏപ്രിൽ 30 പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി. 2016 മെയ് 4 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പിയെ മാറ്റി ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോന് അന്വേഷണ ചുമതല നൽകി. മെയ് 14 കൊലയാളിയുടെ DNA വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതി നിർമ്മാണ തൊഴിലാളിയെന്ന് പിന്നാലെ പോലീസ് ഉറപ്പിച്ചു. ഘാതകരെ തേടി 2016 മെയ് 16 പോലീസ് സംഘം ബംഗാളിലെ മുർഷിദാബാദിലേക്ക്. 2016 മെയ് 19 കേസുമായി ബന്ധപ്പെട്ട 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം 2016 മെയ് 28 നിലവിൽ വന്നു. 2016 ജൂൺ 2 പ്രതിയെന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. 2016 ജൂൺ 14 പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. 2016 സെപ്റ്റംബർ 16 കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2017 മാർച്ച് 13 ആകുമ്പോഴേക്കും ജിഷ വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. 2017 ഡിസംബർ 6 അന്തിമവാദം പൂർത്തിയായി. ഡിസംബർ 12 അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ഏറ്റവും ഒടുവിൽ 2017 ഡിസംബർ 14 അമീറുൽ ഇസ്ലാമിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. കീഴ്ക്കോടതി വിധി പ്രകാരം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ
പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. സാങ്കേതിക നടപടിയെന്ന നിലയിലായിരുന്നു നീക്കം. കീഴ്ക്കോടതി വിധി ചോദ്യം ചെയ്തും തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിയും ഹൈക്കോടതിയിലെത്തി. വിശദവാദം കേട്ട ഡിവിഷൻ ബെഞ്ച് കേസിൽ ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ബെഞ്ച് 1:45 വിധി പറയുക. S ശ്രീകാന്ത്, 24, കൊച്ചി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്ത വരുന്നു. പുതിയോട്ടിൽ ആലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. ബൈക്കിന്റെ പെട്രോൾ തീർന്നതിനാൽ മഴ നനയാതെ കടയിൽ കയറി നിന്നപ്പോൾ തൂണിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് വാർത്ത. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? പ്രജൻ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു സംഭവം. അതായത് കോഴിക്കോട് നിന്നും 2 യുവാക്കൾ പൂവാട്ടുപറമ്പിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്നു. അതിനിടയിലാണ് പൂവാട്ടുപറമ്പ് എത്തുന്നതിന് മുമ്പ് ബൈക്കിന്റെ പെട്രോൾ തീരുന്നത്. ഒരു യുവാവ് പെട്രോൾ വാങ്ങാനായി പോകുകയും മറ്റൊരു യുവാവ് സമീപമുള്ള കടയിൽ കയറി വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കടയുടെ തൂണിൽ നിന്നും യുവാവിന് ഷോക്ക് ഏൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പുതിയോട്ടിൽ ആലി മുസ്ലിയാരുടെ മകനായിട്ടുള്ള മുഹമ്മദ് റിജാസ് ആണ് മരിച്ചിട്ടുള്ളത്. ഈ യുവാവിന് 18 വയസ്സായിരുന്നു. മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രജീൻ, രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവയവം മാറ്റി ശസ്ത്രക്രിയാ വിവാദത്തിൽ ഇന്ന് പെൺകുട്ടിയുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴി DME നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്താനാണ് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായി അന്വേഷണ സംഘം സൂപ്രണ്ടിനോട് ആവശ്യപ്പെടും. അതിനുശേഷമാകും ഡോക്ടർ ബിജോൺ ജോൺസണെ ചോദ്യം ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിനിടേണ്ട വലിയ കമ്പി കയ്യിലിട്ടു എന്ന പരാതിയിൽ പോലീസ് പരാതിക്കാരന്റെയും അമ്മയുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊഴി രേഖപ്പെടുത്തി. മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള കൂടുതൽ നടപടിയിലേക്ക് ഇന്ന് അന്വേഷണ സംഘം കടക്കും. അതേസമയം നിലവിൽ കൃത്യമായ പരിചരണം ലഭിക്കുന്നില്ലെന്ന് പരാതിക്കാരൻ അജിത്ത് പറയുന്നു. ആശുപത്രി മാറണം എന്നും അജിത്ത് ആവശ്യപ്പെടുന്നുണ്ട്. വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവും സഹോദരി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ചോദ്യം ചെയ്യലിന് 2 തവണ പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും മാതാവും സഹോദരിയും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഹാജരായില്ല. വിദേശത്തേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാൻ നടപടി തുടരുകയാണ്. ജർമ്മനിയിലെ വിവരങ്ങൾ ലഭ്യമായ ശേഷമായിരിക്കും അന്വേഷണ സംഘം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം വൈക്കത്ത് സ്ഥാപിച്ച ബിനാലെ ശില്പം ചെരിഞ്ഞു. വൈക്കം മുനിസിപ്പൽ പാർക്കിന് സമീപം കായലിൽ സ്ഥാപിച്ച കൂറ്റൻ മണിയാണ് ചെരിഞ്ഞത്. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ശില്പം തകർന്നതെന്നാണ് ആരോപണം. കൊച്ചി ബിനാലയുടെ ഭാഗമായി പ്രശസ്ത ശില്പി ജിജി സക്കറിയ നിർമ്മിച്ച കൂറ്റൻ മണിയുടെ ശില്പം കേരള ലളിതകലാ അക്കാദമിയാണ് ഏറ്റെടുത്ത് വൈക്കത്ത് സ്ഥാപിച്ചത്. വൈക്കത്തെത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ഒന്നായിരുന്നു ഇത്. എന്നാൽ ശില്പം സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്തു. പിന്നാലെ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ശില്പം ചെരിയുകയായിരുന്നു. അറ്റകുറ്റപ്പണി നടത്തുവാൻ അക്കാദമിയും സാംസ്കാരിക വകുപ്പും നഗരസഭയും തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. അധികൃതരുടെ അനാസ്ഥയാണ്, കടുത്ത അനാസ്ഥയാണ്. ലളിതകലാ അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും കടുത്ത അനാസ്ഥയാണ് ഈ ശില്പം ഇന്നിങ്ങനെ മറിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യം. അറ്റകുറ്റപ്പണികൾ നടത്താൻ ശില്പി ജിജി സക്കറിയ അടക്കമുള്ളവർ തയ്യാറായതാണ്. ഇതിനുള്ള എസ്റ്റിമേറ്റും അക്കാദമിക്ക് കൈമാറി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് വൈകുകയായിരുന്നു. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ശില്പം പുനഃസ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 കോട്ടയം. സ്വർണ്ണവില ദിവസവും കുത്തനെ ഉയരുമ്പോൾ വെറും 40 രൂപയ്ക്ക് സ്വർണ്ണമാല നിർമ്മിച്ച് ഉദയ്പൂരിലെ കലാകാരൻ മിനിയേച്ചർ ആർട്ടിസ്റ്റായ ഇഖ്ബാൽ സക്കയാണ് ഈ ഭാരം കുറഞ്ഞ മാലയ്ക്ക് പിന്നിൽ. ഗിന്നസ് ബുക്കിൽ ഇടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇഖ്ബാൽ സക്ക. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ മാല എന്നാണ് ഇഖ്ബാലിന്റെ അവകാശവാദം. മാലയുടെ ഭാരം 0.0025 മില്ലിഗ്രാം. 1000 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സ്വർണ്ണമാലയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇഖ്ബാലിന് പ്രചോദനമായത്. मैंने बीच में पढ़ा कि दुबई में एक चेन बनी है 556 किलो सोने की और उसके कीमत है 11,044 करोड़ रुपये. तो मेरे दिलो दिमाग में एक बात है कि यार जब इतनी बड़ी वहाँ कीमत की चेन बन सकती है
जो दुनिया में सबसे कीमती भी है और सबसे लंबी और भारी भी है, तो जिसका नाम गिनीज बुक में दर्ज भी है। തിരങ്ക ചെയിൻ എന്ന് പേരിട്ട മാലയ്ക്ക് 17 ഇഞ്ച് നീളം. 11 മാസം കൊണ്ടാണ് മാല പണി തീർത്തത്. പ്രത്യേക ലെൻസ് ഉപയോഗിച്ചാലേ ഇത് വ്യക്തമായി കാണാൻ കഴിയൂ. ശക്തിയിലൊന്ന് ഊതിയാൽ മാല പറക്കും. ഏറ്റവും വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ സ്വർണമാല നിർമ്മിച്ചതിന് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇക്ബാൽ സക്ക. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.